കേരള ഫോറക്സ് അക്കാഡമി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണ്, മൂവ്മെൻറ്റ് കുറവാണ്. BTC നമുക്കത് മൂവ്മെൻറ്റിൻ്റെ വേരിയേഷൻ നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ആ ഇൻഡിക്കേറ്റർ ഉണ്ട്. ആവറേജ് ട്രൂ റേഞ്ച് ഏറ്റവും താഴെ കാണുന്ന ഇൻഡിക്കേറ്ററാണ്. പീരീഡ് 14 കൊടുത്തിട്ടിരുന്നാൽ മതി. ഇപ്പോൾ ഇതിൽ 44 ആണ് ആവറേജ് ട്രൂ റേഞ്ച് കാണിക്കുന്നത്. അതായത് 14 ക്യാൻഡിലിൻ്റെ ആവറേജ് 14 ക്യാൻഡിലിൽ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് 44 പോയിൻ്റേ ഉള്ളൂ BTC. അത് നമുക്ക് അതിൻ്റെ സ്പ്രെഡ് മാത്രം 30 പോയിൻറ്റിൻ്റെ അടുത്ത് വരും. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എൻട്രി ഇല്ല. ഇതൊരു 75 80 ഒക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ 100ൻ്റെ മുകളിലൊക്കെ കിട്ടുമ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. 1 മിനിറ്റ് ആക്കി നോക്കിയാൽ എത്ര ഉണ്ടാവും? 14 ഉള്ളൂ. ആ സ്പ്രെഡിൻ്റെ വേരിയേഷൻ തന്നെ നിൽക്കുന്നുണ്ടല്ലേ. 15 മിനിറ്റിൽ ചിലപ്പോൾ 83 ഉണ്ട്. 15 മിനിറ്റിൽ ഓക്കെയാണ് ട്രേഡ്. 15 മിനിറ്റിൽ ട്രേഡ് എടുത്താൽ ഓക്കെയാണ്. 15 മിനിറ്റിൻ്റെ അവസ്ഥയിൽ കുഴപ്പമില്ലാത്ത ATR ഉണ്ട്. 83%, 83 പോയിൻറ്റ്. അതായത് BTCയുടെ 83 പോയിൻ്റ് മൂവ്മെൻറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ നടക്കുമെന്നുള്ളതാണ് ആ കാണിക്കുന്നത് ATR. ഇതുവരെ നടന്നു വന്ന് 14 ഇതൊരു ബാക്കിലോട്ടുള്ള 14 ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ അതിൽ നടക്കുന്ന മൂവ്മെൻറ്റാണ് ഈ 83 പോയിൻറ്റ്. അപ്പോൾ ഇനി അങ്ങോട്ടും 83 ഇത് ആവില്ല. ഇനി ചിലപ്പോൾ ഇതിനേക്കാളും വലിയ ക്യാൻഡിൽ വരാം, ചിലപ്പോൾ ചെറിയ ക്യാൻഡിൽ വരാം. അങ്ങനെ റേഞ്ച് കുറയാം. പക്ഷേ ഇതുവരെയുള്ള ആവറേജ് നോക്കുമ്പോൾ 83 പോയിൻ്റാണ്. നമുക്കൊരു കുറച്ചുകൂടെ താഴോട്ട് ആയിരുന്നു നമ്മുടെ എൻട്രി. ജസ്റ്റ് എടുക്കണോ എൻട്രി? ഇപ്പോൾ അതല്ല. ഈ ക്യാൻഡിൽ സ്റ്റാർട്ടിങ്ങിൽ എൻട്രി ഉണ്ടായിരുന്നു 15 മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ. ഇനി അത് നമുക്ക് വിടാം. ഇന്ന് എൻട്രി കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ TDI ഇൻഡിക്കേറ്റർ ബൈ സൈഡാണ്. മൂവിങ് ആവറേജുകളെല്ലാം ബൈ സൈഡാണ്. ATR റേഞ്ച് മാത്രം എനിക്ക് 83 പോയിൻ്റാണ് കിട്ടുന്നത്. ഒരു ബൈ എടുക്കാം അല്ലേ? എടുത്താൽ ചെറിയ ലോട്ട് എടുക്കാം. 0.01ൻ്റെ ഒരു എൻട്രി ബൈ എടുക്കാം. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് വരായിട്ട് കാണിച്ചു തരാം. സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ ആയിരിക്കണം. 64,021. അത് നമ്മൾ വേണമെങ്കിൽ 64,000 എന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത് $150 ലോസേ വരും. കൂടുതൽ ലോസൊന്നും വരുന്നില്ല. അത് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം 64,000. സ്റ്റോപ്പ് ലോസ് ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് വളരെ കുറച്ച് കിട്ടും. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും മൂവ്മെൻറ്റ് വരിക. അപ്പോൾ ഞാനൊരു ബൈ എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് നമുക്ക് സെയിം സ്റ്റോപ്പ് ലോസ് എത്രയായിരുന്നോ അത്ര തന്നെ. ഇന്നിപ്പോൾ മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് 150 ബൈ 300 ടാർഗറ്റ്. 100 സെയിം പോയിൻ്റ് 1:1 അത്രേ വയ്ക്കുന്നുള്ളൂ. അതേതെങ്കിലും ഒന്ന് ഹിറ്റാവട്ടെ. SL or TP. ഇന്ന് വേറെ ട്രേഡൊന്നും ചെയ്തില്ല. രാവിലെയൊക്കെ കുറച്ച് തിരക്കായിരുന്നു. രണ്ടാമത്തെ അതായത് ഇപ്പോൾ 2 റെഡ് ക്യാൻഡിൽ വന്നു. 2 റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം വന്ന ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ നിന്നാണ് ബൈ എടുക്കേണ്ടത്. ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ നിന്ന് ബൈ എടുക്കുക. ആ സെയിം ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ലോയ്ക്ക് തൊട്ട് ഒരു 10-15 അല്ലെങ്കിൽ 25 പോയിൻ്റ് താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അതാണ് അതിൻ്റേതായ രീതി. സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ടാലും വലിയൊരു ലോസൊന്നും വരില്ല. ഇത് ഒരുപാട് എൻട്രീസ് കിട്ടുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസിൻ്റെക്കാൾ എത്രയാണോ അതിൻ്റെ ഡബിളാണ് ടാർഗറ്റ് വെക്കേണ്ടത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ 1:1 പ്ലേസ് ചെയ്തത്.
എത്ര നേരം ഈ വീഡിയോ പോകും എന്നറിയില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് 1 മിനിറ്റൊക്കെ ആക്കി നോക്കാം. ക്യാൻഡിൽ 1 മിനിറ്റ് ആക്കി ആകുമ്പോഴും ATR 11 പോയിൻ്റാണ് 1 മിനിറ്റിൽ മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളത്. അതിൽ കൂടുതലൊന്നും ഇല്ല, വളരെ കുറവാണ്. 1 മിനിറ്റിലൊക്കെ ഒരു 50 പോയിൻറ്റിന് അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട്. മൂവ്മെൻറ്റ് വേണം മാർക്കറ്റിൽ, എന്നാൽ മാത്രമേ അതിൻ്റെ ഇത് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മൂവ്മെൻറ്റ് തീരെ കൂടുന്ന സമയം അറിയണമെങ്കിൽ ATR ഇൻഡിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്യൽ ആഡ് ചെയ്യുക, അതിൻ്റെ പീരീഡ് നോക്കുക. ഒരേ സമയം ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ പല സമയത്ത് വരാറുണ്ട്. പക്ഷേ എന്നാലും ഞാനിത് ഇപ്പം ATR ഇതിലെൻ്റെ ഓൾറെഡി ഉണ്ട്, എന്നാലും ഞാനത് ഹൈഡ് ചെയ്തിട്ട് ചെയ്യുക. നമ്മൾ അതിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച് എന്നുള്ള ഏറ്റവും താഴെ കാണുന്ന ഇൻഡിക്കേറ്റർ, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കണ്ണിൻ്റെ പടമുണ്ട്. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഹൈഡാവും, ഡിലീറ്റായി പോകില്ല, ഹൈഡായി കിട്ടും. അപ്പോൾ അത് കാണില്ല നമ്മുടെ സ്ക്രീനിൽ. അങ്ങനെയാണ് ഞാൻ ഇട്ടേക്കാറ്. വേറെയും പല ഇൻഡിക്കേറ്ററിൻ്റെ കയ്യിൽ ഓൾറെഡി കിടപ്പുണ്ട്, പലതും ഹൈഡാക്കി ഇട്ടേക്കാണ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യില്ല. ഓരോ കാര്യങ്ങൾക്ക് ഓരോന്ന് യൂസ് ചെയ്യണം, എന്നാലേ അതിൻ്റേതായ രീതിയിൽ അത് ലൈവ് ട്രേഡൊക്കെ വരുമ്പോൾ നമുക്കത് എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം. ലൈവ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണം, അതിന് മൺഡേ മുതലെണ്ണം ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ട്രേഡ് ഇപ്പോൾ ജസ്റ്റ് പ്രോഫിറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അത് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 15 പൈസയാണ് എന്നിട്ട് പ്രോഫിറ്റ് ചെയ്തിട്ടില്ല. മൂവ്മെൻറ്റ് തീരെ ക്യാൻഡിൽ തന്നെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ കാണിക്കുന്നെങ്കിൽ പോലും അതിനൊരു എന്താ പറയുക, വോളിയം ഇല്ല. എല്ലാ ക്യാൻഡിലും വോളിയം കുറഞ്ഞ ക്യാൻഡിലുകളാണ്. ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ അടുത്ത സമയത്ത് സംഭവിച്ച ഒരു ആ ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പോൾ കറക്റ്റ് ഹൈയിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് റിജക്ഷനും സംഭവിക്കാം, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ്, നമ്മുടെ ടാർഗറ്റിലേക്കൊരു മൂവ്മെൻറ്റ് കിട്ടാം. ഇത്രയാണ് ടാർഗറ്റ് വരിക. ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. വീഡിയോ 7 മിനിറ്റായി. എന്തായാലും അങ്ങനെ പോട്ടെ. അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് പോസ് ചെയ്ത് വെച്ചാലോ, പോസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ റെക്കോർഡ് ചെയ്യാം. 2 മിനിറ്റ് ഞാൻ പോസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് കുറച്ചുകൂടെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 33 പൈസയോളം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി ഒന്നുകൂടെ ഒന്ന് പറയാം. 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെതാണ്. 15 മിനിറ്റ് ക്യാൻഡിലിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ്, അതായത് ഈ ഗ്രീൻ ക്യാൻഡിലാണ് ഇത് മൂവിങ് ആവറേജിൻ്റെ മുകളിലെ 15 മിനിറ്റ് അല്ല, 5 മിനിറ്റ് ക്യാൻഡിൽ, 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് മൂവിങ് ആവറേജിൻ്റെ കറക്റ്റ് മുകളിലാണ്. അത് 15 മിനിറ്റിലും കറക്റ്റാണ് അല്ലേ? 15 മിനിറ്റിലും അത് തന്നെയാണ് എൻട്രി. നമ്മുടെ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ താഴെ പോയിട്ടൊന്ന് ക്ലോസ് ചെയ്ത ക്യാൻഡിൽ തീരുമ്പോൾ ബൈ എടുക്കുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. എന്നാൽ എൻ്റെ നമുക്ക് വരിക 4100 അടുത്താണ്. ഇപ്പോൾ 200ആണ്. 100 പോയിൻ്റ് മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഒരുപാട് ലോങ്ങിലായിട്ട് തോന്നുന്നു 1 മിനിറ്റ് കണ്ടിട്ട് അല്ലേ? എന്നാലും വെയിറ്റിംഗ്. അപ്പോൾ എൻട്രി എടുത്ത രീതി മനസ്സിലായല്ലോ. ഇപ്പം ഞാനിതിൽ എൻട്രി എടുത്തത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. എടുക്കേണ്ട രീതി അതാണ്. ഇപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയാൽ നമ്മുടെ TDI ഇൻഡിക്കേറ്റർ അതും ബൈ സൈഡായിട്ടുണ്ട്. മൂവിങ് ആവറേജ് എല്ലാം ബൈ സൈഡിലാണ്. അപ്പോൾ ട്രെൻഡ് ബൈ സൈഡ് തന്നെയാണ്. 15 മിനിറ്റിൽ നോക്കിയാലും ട്രെൻഡ് ബൈ സൈഡാണ്. ഒന്നുകൂടെ പോസ് ചെയ്യാം. ഇപ്പോഴും റണ്ണിങ്ങിൽ തന്നെയാണ്. ക്യാൻഡിൽ ലോസിലേക്ക് വന്നിരുന്നു എൻട്രി. അതിനുശേഷം ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യാൻ കാരണം, ഈ ക്യാൻഡിൽ ക്ലോസിങ്ങിൽ നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം ബൈ ആണ്. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ ബൈ. ഈ സമയത്തല്ല, മൂവ്മെൻ്റ് ഉള്ള ടൈമിലാണെങ്കിലാണ് അത് എടുക്കേണ്ടത്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ മൂവ്മെൻറ്റ് വളരെ കുറവാണ്.
അപ്പോൾ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ക്യാൻഡിൽ തീർന്ന ഉടനെ തന്നെയാണ് ബൈ. സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഏരിയ മാത്രമേ വരാവൂ സ്റ്റോപ്പ് ലോസ്. വളരെ ചെറിയ പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. നമുക്ക് നോക്കാം അത് സ്റ്റോപ്പ് ലോസ് അടിക്കുമോ കയറി പോകുമോ എന്നുള്ളത്. ക്യാൻഡിൽ വരുമോ എന്നറിയാം. എൻട്രി എടുത്തില്ല എന്നല്ലേ ഉള്ളൂ. ക്യാൻഡിൽ വരുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ഒരു എന്താ പറയുക 5 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമ്മുടെ ഒരു ഒന്നും നമുക്ക് വലിയ നഷ്ടം വരാനില്ല. അതാദ്യം മനസ്സിലാക്കണം. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കില്ല എന്നൊന്നും പറയില്ല, അടിക്കാം. അടിച്ചു കഴിഞ്ഞാലും ചെറിയ ലോസേ ഉണ്ടാവും. കൂടുതലും ടാർഗറ്റ് തന്നെയായിരിക്കും ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം കിട്ടുക. നാലായിരത്തി 140 ആക്കിയിരിക്കുക. 4140 ഒന്നുകൂടെ മുകളിലോട്ട് 4140 ആ രീതിയിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഒന്നുകൂടെ ഒന്ന് പോസ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് പോസ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം എഡിറ്റിങ് പരിപാടിയൊന്നും ഇല്ല. ഡയറക്റ്റ് അങ്ങ് അപ്ലോഡ് ചെയ്യുക തന്നെയാണ്. അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്യാം. തൽക്കാലം ഇങ്ങനെ പോട്ടെ. അപ്പോൾ എന്തായാലും ഒന്ന് പോസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോഴും നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് ക്യാൻഡിൽ വന്നിട്ടില്ല. 150 വരെ വന്നോളൂ. 140 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 150 വരെ വന്നിട്ടത് തിരിച്ച് തന്നെ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ക്യാൻഡിൽ ക്ലോസിങ്ങിലും നമ്മുടെ എൻട്രി പോയിൻ്റ് തന്നെയാണ്. ശനി ഞായർ ആ ദിവസങ്ങളിൽ വലിയ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണത് കറക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത ദിവസങ്ങളിൽ ഇതേപോലെയുള്ള എൻട്രി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ടാർഗറ്റ് എക്സിക്യൂട്ട് ആവും. വലിയ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല. പിന്നെ നമ്മളിതിൽ മെയിനായിട്ട് ഏത് ചാർട്ടാണ് ഇതിപ്പം BTC ആണെന്നൊന്നും നോക്കണ്ട. ചാർട്ട്, ക്യാൻഡിൽ ചാർട്ട്, അതിന് BTC ആവട്ടെ, ഇന്ത്യൻ മാർക്കറ്റ് ആവട്ടെ, ഗോൾഡ് ആവട്ടെ, ഇനി കറൻസി പെയർ ആവട്ടെ, ഏതും ആവട്ടെ, വലിയ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ക്യാൻഡിലിൻ്റെ 50% മസ്റ്റായിട്ടത് ടാപ്പ് ചെയ്യും. അതിനിപ്പം ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്കൊന്ന് ബാക്കിലേക്ക് നോക്കാം. ബാക്കിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. വലിയ ക്യാൻഡിൽ വരണം. വലിയ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഈ റെഡ് ക്യാൻഡിൽ, അതിപ്പോൾ എങ്ങനെയാണ് പറയുക, ആ ലൈൻ തന്നെ എടുത്തുകൊണ്ട് വരാം. എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവും. ഇടത് സൈഡിലെ റെഡ് ക്യാൻഡിൽ, ഇത് വലുത് 3465 ഓപ്പണായ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് 4012. ഇത്തിരി അത്യാവശ്യം നല്ല ക്യാൻഡിൽ തന്നെയാണ്. രണ്ടാമത് അത് തിരിച്ചു വന്ന് കറക്റ്റ് അതിൻ്റെ 50% ടാപ്പ് ചെയ്തതിന് ശേഷമാണ് പിന്നെ താഴേക്ക് മൂവ്മെൻറ്റ് വരിക. ഈ ഒരു എൻട്രി അത് നമ്മളുടെ മൂവിങ് ആവറേജ് അനുസരിച്ചും റീടെസ്റ്റ് എൻട്രി ഉണ്ട്. അല്ലാതെ ഈ 50% ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലും എൻട്രി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് മാർക്കറ്റിലുണ്ട്. പക്ഷേ എല്ലാത്തിനും വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നമുക്ക് അനുസരിച്ചുള്ള എൻട്രി കിട്ടുന്നത് വരെ. കിട്ടിയില്ലെങ്കിൽ എടുക്കാതിരിക്കുക. നമ്മളത് എത്രയായിരുന്നു, 40 അവിടെ ഇരിക്കട്ടെ. 40 നോക്കാം നമുക്കിത്. ഇന്ന് വലിയ മൂവ്മെൻ്റ് ഇല്ല. വീഡിയോയും 13 മിനിറ്റ് കഴിഞ്ഞു. ബാക്കിയുള്ള നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഈ ട്രേഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 50% മൂവിങ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു ക്യാൻഡിൽ വലിയ റെഡ്, ചെറിയ ക്യാൻഡിലൊന്നുമല്ല, വലിയ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അതിൻ്റെ 50% റീസെൻ്റ്ലി ടാപ്പ് ചെയ്തിരിക്കും. ഇനിയും നോക്കാം നമുക്ക്. ഉദാഹരണങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും. ഇവിടെ ഇപ്പം ഇതിപ്പോൾ 5 മിനിറ്റ് എടുത്ത് നോക്കിയാൽ അത് കറക്റ്റ് 50% ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ചെറിയ മൂവ്മെൻറ്റാണ് ഇന്നത്തെ മൊത്തം. നമുക്കൊരു ടൈം ഫ്രെയിം 15 മിനിറ്റൊക്കെ ആക്കി നോക്കാം. 15 മിനിറ്റിൽ വലിയ ക്യാൻഡിൽ വന്നു. അത് പക്ഷേ 50% ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് പോയിട്ടില്ല. ട്രെൻഡ് അപ്പായതുകൊണ്ടാണത് പോകാത്തത്. നല്ല ട്രെൻഡ് നിൽക്കുന്നതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 50% ഇവിടെയൊക്കെ ഈ ഒരു റെഡ് ക്യാൻഡിലേക്ക് കറക്റ്റ് 50% ടാപ്പ് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് താഴേക്ക് വന്നത്.
അതേപോലെ ഈ വലിയ ക്യാൻഡിലിൻ്റെ 50% ടാപ്പ് ആയിട്ടില്ല, അതാവും. ഇവിടെയും ഇതേ ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ വന്നിട്ട് ആ 50% കറക്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണല്ലോ മാറിപ്പോകുന്നത്. അത് നമുക്ക് പിന്നെ സെറ്റ് ചെയ്തെടുക്കാം. ലൈൻ എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല, നമുക്ക് വേറെ ലൈൻ എടുക്കാം. ഈ റെഡ് ക്യാൻഡിൽ ഓപ്പൺ ഇവിടെ ആയിരുന്നു, ഗ്രീൻ ക്യാൻഡിൽ 3254 554 ഓപ്പൺ ചെയ്തു. ആ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 3144. അതിൻ്റെ 50% വന്ന് കറക്റ്റ് ടാപ്പ് ചെയ്തേക്കുന്നുണ്ടോ? 50% ടാപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ 50%ലേക്ക് എത്തുമ്പോൾ തന്നെ അത് ബൈ എടുക്കാം. നമുക്ക് ബൈ എടുക്കുക. അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. മസ്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് വേണ്ട. അതും നമുക്ക് ഒരു ഇതുള്ളതല്ല. ഒരു 70% കൂടുതൽ നമുക്ക് TP തന്നെ ഹിറ്റാവും. അത് സ്റ്റോപ്പ് ലോസ് അടിക്കില്ല എന്നല്ല, അടിക്കുന്നതിന് അതിനേക്കാൾ കൂടുതൽ TP കിട്ടാനാണ് സാധ്യത. ഒരുപാട് ബിയറിഷ് ട്രെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഈ വലിയ ക്യാൻഡിലുകൾ വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. അത് നിങ്ങൾ തന്നെ മാർക്കറ്റിൽ നിന്ന് വാച്ച് ചെയ്യുക. പല പ്രാവശ്യം വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വരും. അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം. ഇതൊന്നും മൂവ്മെൻ്റ് ഇല്ല. ഞാൻ വീഡിയോ 16 മിനിറ്റോളം ആവുന്നു. ഞാനതുകൊണ്ട് എൻട്രിയും ക്ലോസ് ചെയ്തുകൊണ്ട് 10 പൈസയാണ് പ്രോഫിറ്റ്. എൻട്രിയും ക്ലോസ് ചെയ്യുന്നു, വീഡിയോയും അവസാനിപ്പിക്കുന്നു. ഡൺ. ഇന്നത്തെ പ്രോഫിറ്റ് 10 പൈസ. അതിൽ ഞാൻ ക്ലോസ് ചെയ്യാൻ കാരണം മെയിനായിട്ട് വീഡിയോ ലോങ് ആയി പോയതുകൊണ്ടാണ്. ഇനി ലോങ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോയാലും എത്ര പോകുമെന്ന് അറിയില്ല. സാറ്റർഡേ ആയതുകൊണ്ട് മൂവ്മെൻറ്റ് വളരെ കുറവ്. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, പിന്നെ ഷെയർ ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് വളർത്താൻ ശ്രമിക്കുക. നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചാൽ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നാളെ പറ്റിയാൽ അടുത്ത വീഡിയോ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ് അഗൈൻ.